ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർഗഴി പവിഴത്തിനോട് പറയുന്നുണ്ട്, പവിഴം വിഷമിക്കേണ്ട, ഇക്ക് കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ ഞാൻ പവിഴത്തിന് AC വെച്ച് തരാം, ഇനി മഹാറാണിയെ പോലെ പവിഴത്തിന് ഞാൻ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗീതു നിൻ്റെ ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നീ ഇത്രയും കാലം വിശ്വസിച്ചില്ലേ, അത് എങ്ങനെയാണെന്നൊക്കെ നിനക്ക് ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ മനസ്സിലാവും, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഗീതു ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. ആ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാർഗഴി ആ റൂമിലോട്ട് വരുന്നുണ്ട്. മാർഗഴി വിചാരിക്കുന്നത് ആ ഇരിക്കുന്നത് രഞ്ജു ആണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് രഞ്ജു ആണെന്ന് വിചാരിച്ചിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, രഞ്ജു വേഗം ഈ മരുന്നൊക്കെ കഴിച്ചേ, എന്നിട്ട് വേണം എനിക്ക് പോവാൻ, ഈ മരുന്ന് കഴിക്കേണ്ട വിധം പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് പോവാൻ, കണ്ണേട്ട് അറിയാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്, നീ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ് രഞ്ജുവിനെ പിടിച്ച് തിരിക്കുമ്പോൾ മാർഗഴി കാണുന്നുണ്ട് അത് രഞ്ജു അല്ല ഗീതു ആണെന്ന് മാർഗഴിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗീതു ആണെങ്കിലും അവളെപ്പോലെ ഒരാളെ മുന്നിൽ കണ്ടപ്പോൾ ഞെട്ടുന്നുണ്ട്, ആരാ ഇതെന്നൊക്കെ വിചാരിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട് ഗീതു. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഗീതു പറയുന്നുണ്ട്, ഇവള് ചെയ്തത് ആൾമാറാട്ടമാണ്, ഇവളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത്. പിന്നീടാണെങ്കിലോ നമ്മുടെ ഗോവിന്ദാണെങ്കിലോ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭദ്രനൊക്കെ വിളിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഭദ്രനൊക്കെ റിസോർട്ടിലോട്ട് കൊടുത്തിട്ട് ഭദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കുട്ടിക്ക് പറ്റിയത്, മരിച്ചു എന്നൊക്കെ പറഞ്ഞ കുട്ടി എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭദ്രൻ്റെ അടുത്ത്. ഭദ്രനാണെങ്കിലോ 2 കുട്ടികളെ ഗീതുവിനെയും മാർഗഴിയും കണ്ടപ്പോൾ ഭദ്രൻ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യങ്ങൾ പറയുന്ന സമയത്ത് ഗീതു ആണെങ്കിലോ ഭദ്രനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇനി നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാം എങ്ങനെയാണ് മാർഗഴി പവിഴത്തിൻ്റെ കയ്യിലെത്തിയത്, ഭദ്രൻ കൊടുത്തതാണോ അവർക്ക് എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.